ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയാലോ. യെസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും. തെളിവ് സഹിതമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എങ്കിൽ മാത്രമേ തെളിവുകളൊക്കെ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്ത് ബിസിനസ്സായിരിക്കും മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഡയപ്പേഴ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് വേണം, അല്ലെങ്കിൽ ചില ഷോപ്പുകളുടെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോപ്പുകാർ നമ്മളോട് ആ ഒരു ഡീലിംഗ് അല്ലേ, അങ്ങനെ ഒരു ഡീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഷോപ്പുകാരുടെ അണ്ടറിൽ. അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് എടുത്ത് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ, നാട്ടിലാണെങ്കിൽ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഡയപ്പേഴ്സ്, ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പാമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനും പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയല്ല. എൻ്റെ കയ്യിൽ സാധനമുണ്ട്, എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനിടയിൽ കുറച്ച് ഇത് സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അവർ തന്നെ എനിക്ക് വീണ്ടും ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 പീസിനാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ 100 പീസ് കൊടുക്കുമ്പോൾ അവർ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് തരും. മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ ഡയപ്പേഴ്സ് ആയതുകൊണ്ട് ആൾക്കാരെന്തെയും ഉപയോഗിക്കും, കളയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തീരുമല്ലോ. ഒരു പാക്കറ്റിൽ ഒരു 26 പീസ് ഉണ്ടെങ്കിൽ അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും. ന്യൂ ബോൺ ബേബീസിന് ഡെയിലി 12-15 ഡയപ്പേഴ്സൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർ എന്ത് ചെയ്യും, നമ്മളെ തന്നെ വീണ്ടും കോൺടാക്ട് ചെയ്യും. പിന്നെ അങ്ങനെ നമ്മുടെ ഒരു കസ്റ്റമറായി അവർ മാറും. അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറ്. കുറേ കസ്റ്റമർ ഇല്ലെങ്കിലും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം അവർക്ക് ഡയപ്പേഴ്സ് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബിസിനസ് ഇതല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച്, എനിക്ക് ഓൾറെഡി എല്ലാം ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് പീസസ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അത് എങ്ങനെയുള്ളതെന്ന് ഞാൻ കാണിക്കാം. അത് എത്ര ക്യാഷിന് വാങ്ങിയതെന്നും കൂടി ഞാൻ പറയാം. എവിടെ നിന്ന് വാങ്ങി എന്നുള്ളത് കൂടി ഞാൻ ഇന്ന് പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർ പകുതി കണ്ടിട്ട് പകുതി കാര്യങ്ങൾ കമൻസിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിന് റിപ്ലൈ തരാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കിട്ടില്ല. കാരണം വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞ് എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും പറ്റില്ല. ഇപ്പോൾ ഹോളിഡേയ്സും അല്ലേ, ഇപ്പോൾ ഹോളിഡേ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതിനിടയിൽ ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകാനുണ്ട്. എല്ലാം കൂടിയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ ഇന്നലെയും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഹെയർ ബാൻഡ്സിൻ്റെയും ഹെയർ റിബൺസിൻ്റെയും സിമ്പിളായിട്ടുള്ളൊക്കെ വീഡിയോസ് വേണമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. സപ്പോർട്ടാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാമ്പേഴ്സാണ് കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. 4 ആൾക്കാർ തന്ന ഓർഡേഴ്സാണ് കേട്ടോ. ഓക്കെ, എൻ്റെ സ്ഥിരം കസ്റ്റമറായി അവർ മാറി ഇതിൻ്റെ ഓർഡേഴ്സാണ്. ഓക്കെ, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇങ്ങനെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇത് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എനിക്ക് ചെറിയ കുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ സൈസിലാണ് വാങ്ങുക. അപ്പോൾ ഇത് നമ്പർ 3 ആണ്. കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞിന് യൂസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ സാധനങ്ങൾ സെയിലായി പോകുന്നത്. ഞാൻ അത്യാവശ്യം വാങ്ങിച്ചിട്ട് ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എനിക്ക് ഓർഡേഴ്സ് തരുന്ന ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഞാനിങ്ങനെ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതായത് ഒരാൾക്ക് തന്നെയുള്ള ഓർഡറാണിത്. കുറേ ഉണ്ട്, കാണിക്കാം കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നുകിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇതിന് തന്നെ നമ്മുടെ ക്യാഷ് അങ്ങ് പോകും. ഞാൻ നിങ്ങൾക്ക് ഐഡിയാസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡയപ്പേഴ്സിൻ്റെ ചെറിയ കുഞ്ഞ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയപ്പേഴ്സിൻ്റെ ക്യാഷ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡയപ്പേഴ്സിൻ്റെ ക്യാഷ് ഇതിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ അങ്ങനെ കൂടുതൽ ഇക്കാലം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല.
ചില കാര്യങ്ങൾ ചെറിയതാണെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഇക്ക എന്നോട് പറയും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊന്നും. പക്ഷെ എനിക്കാണെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, എൻ്റേതായിട്ടുള്ള ഒരു തീരുമാനങ്ങളും എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിനകത്ത്. അപ്പോൾ നമ്മളെല്ലാറ്റിനും അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് കണ്ടെത്തിയതാണ് ഈ ഒരു ഡാപ്പേഴ്സിൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞിന് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവില്ലാതെ ഡാപ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റും നമുക്കിത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഇതിന് ഒരു 25 ദിർഹം ആണെങ്കിൽ ഞാനിതൊരു 30 ദിർഹമിന് വിൽക്കും. അങ്ങനെയാണ്, മനസ്സിലായോ? ഒരു 5 ദിർഹം അഡീഷണൽ എടുത്തിട്ടാണ് വിൽക്കുക. ഇതാണെങ്കിൽ പാൻസ് ആണ് കേട്ടോ. പാൻസ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതെല്ലാവരും വാങ്ങാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഞാനിത് വാങ്ങിച്ചത്, ഇത് കുറച്ച് ക്യാഷ് കളയുന്ന ആൾക്കാർ മാത്രമേ ഈ പാമ്പേഴ്സിൻ്റെ പാൻസ് വാങ്ങുള്ളൂ. മറ്റേ സ്റ്റിക്കർ ടൈപ്പ് ആണെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കൂടുതലും യൂറോപ്യൻസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് ഓർഡേഴ്സ് തന്നിരിക്കുന്നത്. അവരാണ് റീം ഐലൻഡിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ അവർ വാങ്ങുമ്പോൾ ഒരു 10 പീസ് അല്ലെങ്കിൽ 15 പീസ് ഒന്നിച്ച് വാങ്ങും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 10 കസ്റ്റമർ അതുപോലെ ഉണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടില്ലേ? നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ആ സൈഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് മെസ്സഞ്ചേഴ്സിലാണ് ഇതിനൊക്കെ ഓർഡർ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ചില ഫ്രണ്ട്സ് വഴി, ചില ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളൊന്നുമല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫിലിപ്പീൻസാണ്. അപ്പോൾ അവർ വഴിയാണ്. മലയാളികളാണെങ്കിൽ ഞാൻ സത്യം പറയില്ല, ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങളൊന്നും തോന്നരുത്. മലയാളികളുടെ ഓർഡേഴ്സ് ഞാൻ ഒന്നിനും എടുക്കാറില്ല. ബെഡ്ഷീറ്റിനാണെങ്കിൽ എടുക്കാറില്ല. അവരെന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മുടെ നാട്ടിലെ ക്യാഷുമായിട്ട് പ്രൈസ് കൺവേർട്ട് ചെയ്യും. പിന്നെ ഈ മലയാളീസിൻ്റെ ഓർഡേഴ്സ് ബെഡ്ഷീറ്റിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അന്നൊരു ദിവസം ഒരു മലയാളിയുടെ ഓർഡർ എടുത്തു. അതും അത്യാവശ്യം നല്ല നല്ല കസ്റ്റമർ ആയിരുന്നു. പക്ഷേ ചെറിയൊരു കുത്ത്, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റിന് എന്തോ ഒരു കുത്തോ അങ്ങനെ എന്തോ വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തോ വന്നപ്പോൾ അവരെനിക്ക് മെസ്സേജ് ചെയ്തു, ബെഡ്ഷീറ്റിനൊരു കുത്ത് വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് റിട്ടേൺ ആയിക്കോ, ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ തരാം നിങ്ങളുടെ ഈ ഒരു ഇത് കൊണ്ട്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2 മാസം കഴിഞ്ഞിട്ടാണോ ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നത്? ആ ഒരു സ്പോട്ടിന് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കസ്റ്റമറെ കിട്ടുവാണെങ്കിൽ മലയാളിയാണോ എന്ന് ആദ്യം ചോദിക്കും. മലയാളിയാണെങ്കിൽ ഞാൻ പറയും വേണ്ട. അതേപോലെ ഫാമിലീസ് ആണെങ്കിലും ഞാൻ കൊടുക്കില്ല. ഞാൻ പറയും സാധനം തീർന്നു അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒഴിവാകും. കാരണം വെറുതെ ഫാമിലീസിനൊന്നും ഒരിക്കലും, അതേപോലെ മലയാളീസിനും ഫ്രണ്ട്സിനൊന്നും നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ ഉള്ള വിലയും കൂടി പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയ ഓർഡേഴ്സ് ഞാൻ ജസ്റ്റ് കാണിക്കാം. കുറച്ച് ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഐറ്റം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനിത് കൂടുതലും പർച്ചേസ് ചെയ്തത് ആദ്യം ഞാൻ എന്ത് ചെയ്യും, മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതിലാണ് നീ പോസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഡുബിസിലാണ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. കുറേ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളോട് കസ്റ്റമർ സാധനം വാങ്ങുള്ളൂ. ചില ആൾക്കാർ ഉഡായിപ്പ് പരിപാടി കാണിക്കുന്നുണ്ട്, അവരോടൊന്നും അങ്ങനെ വാങ്ങില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാണാം. പിന്നെ അതുകൂടാതെ ഇന്നത്തെ ഓർഡർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ മക്കളെ. ഇതൊക്കെയാണ് ഇന്നത്തെ ഓർഡേഴ്സ്. ജസ്റ്റ് കുറച്ചും കൂടി ഞാൻ കാണിക്കാം. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തരുന്ന ഓർഡറാണ്, അല്ലാതെ കുറേ ആൾക്കാരുടെ ഓർഡറല്ല. ഇതുപോലെയുള്ള 4-5 കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഉണ്ടാവും നല്ലൊരു ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡയപ്പേഴ്സെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ പറ്റും. മീൻസ് ആ ഒരു ലാഭത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പേഴ്സ് വാങ്ങാൻ പറ്റും. ഞാൻ സ്ത്രീകളോടാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അവർക്ക് നമ്മളെ കൊണ്ട് വല്ല യൂസും ആവുകയാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു സഹായം ഭർത്താക്കന്മാർക്ക് കുഞ്ഞിന് പാമ്പേഴ്സ് വാങ്ങുന്ന ഒരു ഹെൽപ്പെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഇനി ഞാൻ പറഞ്ഞത് 26 പീസാണ്, അതും പാൻസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഇനിയിപ്പോൾ എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് 100 പീസിനൊക്കെയാണ് എനിക്ക് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര ബാക്കിയുണ്ട്. കുറച്ച് ഞാൻ ഡെലിവറി ചെയ്തു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, വീഡിയോ എടുത്തില്ലല്ലോ. ഇപ്പോൾ ഞാനിത് കുറച്ച് പീസ് ഞാൻ ആദ്യം തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മീൻസ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പിന്നെ സാധനം എടുത്തത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, എനിക്ക് സാധനം അയച്ചു തന്നു കൊറിയർ വഴി. അപ്പോൾ എനിക്കിത് സെയിൽ ചെയ്തതിന് ശേഷം ക്യാഷ് കൊടുത്താൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, നമ്മളോട് നല്ല ട്രസ്റ്റുള്ള ആൾക്കാർ. ഇപ്പോൾ ഇക്കയുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് വാങ്ങാതെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വരുത്തിച്ചിരിക്കുന്നത്. കാരണം
പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾ ഷോപ്പുകാരായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരോട് പറഞ്ഞാൽ മതി, ഞാനിതാ ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ വേണം, ഞാൻ സെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാഷ് തരാം. അപ്പോൾ നമുക്ക് ലാഭവും കിട്ടും, അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെയും കുറേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ നമ്മുടെ ഫാമിലീസിൻ്റെ ആരുടെയെങ്കിലും ഷോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയുള്ള ഷോപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തെളിവ് സഹിതമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷുവറായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ പറ്റുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് പുതിയ ഐഡിയാസുമായിട്ട് ഞാൻ ഷുവറായിട്ടും നാളെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ട്. കണ്ട എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്. ഞാൻ സെയിൽ ചെയ്യേണ്ട ഐഡിയാസൊക്കെ എപ്പോഴും വീഡിയോസിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ അങ്ങ് സ്റ്റാറ്റസ് ഇട്ട് നോക്കുക, ഇത് ഇന്നത്തെ ഓർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മറ്റുള്ളവരും നിങ്ങൾക്ക് ഷുവറായിട്ടും ഓർഡേഴ്സ് തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിതിപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിൽ ഇനി കുഞ്ഞിന് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരിക്കലും എല്ലാം വാങ്ങിച്ച് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ജസ്റ്റ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക, കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ടോ. പിന്നെ ഇതിൽ തന്നെ അങ്ങ് ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഒരു പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ട് വെച്ചിട്ട് കസ്റ്റമർ വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. പക്ഷേ നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങണം. നിങ്ങളുടെ മൈൻഡ് ആ ബിസിനസ്സിലോട്ടങ്ങ് മാറ്റി വയ്ക്കുക. ഷുവറായിട്ടും സക്സസ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.